ചുരിദാറിൻ്റെ പാറ്റേൺ കട്ടിംഗ് ആണ്. അപ്പോൾ തുടക്കക്കാർക്കും ഇപ്പോൾ തയ്ച്ചു തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യണം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാറാണ് നമുക്ക് ആവശ്യം. സ്ലിറ്റ് ഉള്ള ഒരു ചുരിദാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കണം. കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഷോൾഡർ ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കണേ. ഇങ്ങനെ ഷോൾഡർ തമ്മിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗം ഇതുപോലെ മടക്കി ഇവിടെയും കറക്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. 2 ഷീറ്റ് പേപ്പർ ഞാനിങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ അളവിൻ്റെ ചുരിദാർ ഇങ്ങനെ വെക്കുക. ഇവിടെ കറക്റ്റായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് തയ്യലിൻ്റെ ഭാഗങ്ങളെല്ലാം നിവർത്തി വയ്ക്കുക. ഈ തയ്യൽ തുമ്പിനെയും ഇതുപോലെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചൊന്ന് പിടിച്ച്, ഇനി ലെങ്ത്ത് നിങ്ങൾക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിനേക്കാളും കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എക്സ്ട്രാ കൊടുത്താൽ മതി. ബാക്കി എല്ലാ അളവും കറക്റ്റായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ ഭാഗം ഇതുപോലെ ഒന്ന് എല്ലാം വലിച്ചൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ വയ്ക്കാനായിട്ട്. നിവർത്തി വയ്ക്കണം. അതിനുശേഷം ഇവിടെ ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്ക് നെക്കാണിത്, ഇത് ഫ്രണ്ട് നെക്കാണ്. വിട്ട് ഈ നമുക്ക് എത്ര വിട്ടാണ് ആവശ്യം ഇപ്പം ഇത് സെയിം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഉള്ളിലായിട്ടിട്ടിട്ട് വേണം, ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് നീക്കിയിട്ടിട്ട് വേണം, തയ്യൽ തുമ്പിനാണിത് ഒഴിച്ചിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇതിൻ്റെ ഇറക്കവും ഇത്ര മതിയെങ്കിൽ അതിനനുസരിച്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കൈക്കുഴിയുടെ നീളം. കൈക്കുഴി ഈ ഭാഗത്തെ തയ്യൽ തുമ്പ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടുത്തെ ചെസ്റ്റിൻ്റെ അകലം ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തു, നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു, കൈക്കുഴിയുടെ ഭാഗം മാർക്ക് ചെയ്തു, ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്തു. പിന്നെ നമ്മളുടെ ഈ തയ്യൽ തുമ്പിൻ്റെ സൈഡിൽ കൂടി എല്ലാം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതാണ് സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം. അതൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം തയ്യൽ നിർത്തുന്ന ഭാഗം ഉണ്ടല്ലോ, മടക്കി തയ്ച്ചിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് 1 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് എല്ലാം 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇവിടെ വരെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെയും 1 ഇഞ്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്കിതിനെ ഈ പോയിന്റ് തമ്മിൽ സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കാം. സ്കെയിൽ കൊണ്ട് വരയ്ക്കുമ്പോഴാണ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നത്. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ടേപ്പ് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അനക്കം തട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് സ്കെയിൽ വെച്ച് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഈ 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് ഈ 1 ഇഞ്ച്. ബാക്കി ഈ ഭാഗത്തെല്ലാം നമ്മൾ ഔട്ട്ലൈനാണ് ആദ്യം വരച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഭാഗം വരച്ചു, അടയാളപ്പെടുത്തി. ഇത്രയും ഭാഗമാണ് കേട്ടോ നമുക്ക് തയ്ക്കുന്ന ഭാഗം. ഇത് നമ്മൾ 1.5 ഇഞ്ച് അകത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ അളവെന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ തയ്യൽ തുമ്പാണ് ഇപ്പോൾ വരച്ചത്. ഇനി നമുക്കിതിനെടുത്ത് മാറ്റാം. ഇനി നമ്മളിവിടെ 1.5 ഇഞ്ച് അകത്താണ് നമ്മളുടെ തയ്ച്ചിട്ട് നമുക്ക് വരുന്ന അളവ് വരുന്നത്. ആ 1.5 ഇഞ്ച് അകത്ത് വരുന്ന അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്രയാണോ ഈ ഭാഗത്ത് തയ്യൽ വന്നിരിക്കുന്നത് കണ്ടോ, നമ്മൾ തയ്ച്ച് കൂട്ടിയിരിക്കുന്ന ഭാഗം ഇതാണ് നമ്മളുടെ അളവ്. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത്. അപ്പോൾ ആ ഭാഗം എത്രയുണ്ടെന്ന് ആദ്യം ഒന്ന് അളന്ന് നോക്കണം. എന്നിട്ട് അതേ അളവിൽ ഉള്ളിലേക്ക് മാറ്റിയിട്ടിട്ട്
മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. തെളിച്ച് വരച്ചു തരാം. ഇവിടെയാണ് നമ്മൾ തയ്ക്കാനുള്ള ഭാഗം. ഇത് നമ്മളുടെ എക്സ്ട്രാ നമ്മൾ കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. ഇപ്പം ഇവിടെ നിന്നെല്ലാം നമുക്ക് 1.5 ഇഞ്ച് അകത്തേക്ക്, 1.25 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 1.25 ഇഞ്ച് അകത്ത് നമ്മളുടെ ശരിക്കുള്ള ഷേപ്പ് വരും. ഇത്രയും ഭാഗം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും നമ്മൾ സ്ലോപ്പ് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഇവിടെയാണ് നമ്മുടെ തയ്യൽ വരുന്ന ഭാഗം. ഇനി കൈക്കുഴി വരയ്ക്കണം. കൈക്കുഴി ഇതുപോലെ ഉണ്ട്. 7.5 ഇഞ്ചാണ് കൈക്കുഴി വരുന്നത്. ഈ ബോക്സ് വരച്ചിട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 1.5 ഇഞ്ച് ഉണ്ടാകും. 1.5 ഇഞ്ച് അകത്തേക്ക് ഇത് മാറ്റിയിട്ടിട്ട് ഇത് ഈ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബാക്കാണ് കേട്ടോ. ഇനി ഫ്രണ്ട് കുറച്ചുകൂടി ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ കുഴിച്ചു കൊടുക്കാം. ഈ പോയിന്റിൽ നിന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ താഴെ വരെ ഒന്ന് ലൈൻ 1 ഇഞ്ചിൻ്റെ അകലത്തിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുത്തേക്കാം. ഇത് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഇതെല്ലാം മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ അതുപോലെ നെക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്താൽ മതി. അത് നമ്മുടെ ബാക്കാണ് കേട്ടോ. ഇത് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം ഫ്രണ്ടിൽ വെച്ച്. ഇനി നെക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ എത്രയാണോ ഇറങ്ങേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. അതല്ല ഇനി തുണിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് മറ്റേ പേപ്പർ സ്റ്റിഫൊക്കെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്തൊക്കെയാണ് നെക്ക് തയ്ക്കുന്നതെങ്കിൽ പിന്നെ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ബോഡിയുടെ അളവുകളും കാര്യങ്ങളും നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ ഷേപ്പും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം. ഇതാണ് കൈക്കുഴി വരുന്ന ഭാഗം. ഇവിടെയാണ് സ്ലിറ്റ് വരുന്ന ഭാഗം. സ്ലിറ്റിൻ്റെ ഓപ്പൺ തുടങ്ങുന്ന ഭാഗം. ഇവിടെയാണ് നമുക്ക് അളവുകൾ വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് 1.5 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും 1.5 ഇഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഷേപ്പിൽ നിന്ന് നമ്മൾ ഇവിടെ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ 1 ഇഞ്ച് ഭാഗത്താണ്, ഇത് മറന്നു പോരുത്, ഇതെല്ലാത്തിനും സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, ഇവിടെയും 2 ഇഞ്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. പക്ഷെ എപ്പോഴും സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ 1 ഇഞ്ച് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് വീതം നമ്മൾ മടക്കി തയ്ച്ചെടുക്കുമ്പോൾ ഈ ലൈനിൽ കിട്ടും. ഇനി ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ സ്ലീവിന് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ രണ്ടായിട്ട്
ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിനേക്കാളും ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തുണി ഇവിടെ കൂടുതൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഈ തയ്യലിൻ്റെ തുമ്പും കൂടി നമ്മളിങ്ങനെ നിവർത്തി വയ്ക്കാം. ഇവിടെ കണ്ടോ, തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്കാണ് വന്നേക്കണത്. അപ്പോൾ ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ തയ്യൽ തുമ്പ് ഇവിടെ ഒരു 1/2 ഇഞ്ച് താഴെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കാം. ഉണ്ടോ, ഇത്രയും വ്യത്യാസത്തിൽ ഇവിടെ വരും. തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെയാണ് തയ്ച്ച് കൂട്ടുന്ന സ്ഥലം. ഇവിടെ 9 ഇഞ്ച് ഉണ്ട് ഇതിൻ്റെ വീതി. ഈ പോയിന്റ് ഒരു 3.5 ഇഞ്ചാണ് താഴെ. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് തുടങ്ങിയിട്ട് നമുക്കിതിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ഷേപ്പ് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരും. ഇത് ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ കുഴിച്ചെടുക്കും. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്ക് വശം. നമുക്ക് തയ്ച്ച് വരുന്നത് ഇവിടെ ആയിരിക്കും, സ്റ്റിച്ചിങ് വരുന്നത് ഇവിടെ ആയിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് തുണിയിലേക്ക് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് കുറച്ചുകൂടി ഇങ്ങനെ വീതി കുറച്ച് മടക്കിയിടാം. ഇതുപോലെ ഇവിടുത്തെ ഫ്ലെയർ എത്ര വേണം അതിനനുസരിച്ച് മടക്കി വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പീസ് ഇതുപോലെ ബാക്കിൽ ഇതുപോലെ നമ്മുടെ കൈക്കുഴി ഇച്ചിരി കയറിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബാക്ക് ആദ്യം വെട്ടിയിട്ട് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രം കൈക്കുഴി കൂടുതലായിട്ട് എടുത്ത് മാറ്റാം. ഇനി ഇപ്പം നമുക്ക് ഇതിവിടെ സ്ലീവ് സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തുള്ള തുണികൾ കൊണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്ലീവ് ഇവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നീളം കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് നീളം കൂട്ടി കൊടുക്കാം. ബാക്കി നെക്കിനുള്ള പീസെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ തന്നെ ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ തയ്യൽ അറിയാമെങ്കിലും തയ്ക്കാൻ നേരത്ത് ചെറിയൊരു പേടി മടിയൊക്കെ ഉണ്ടാവും പുതിയ തുണിയിലേക്കൊക്കെ വെട്ടാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ആ തുണിയിലേക്ക് ആ പാറ്റേൺ എടുത്ത് വെച്ചിട്ട് ഇനി അളവൊന്നും തെറ്റിപ്പോകും എന്നുള്ള സംശയമൊന്നും കൂടാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തിട്ട് പോണേ കേട്ടോ. താങ്ക് യു.